നല്ല കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മൊഡ്യൂൾ 7-ല്. ആ ഒരു ഏരിയയിൽ വരുന്ന കുറച്ചൊരു 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർഷ്യൽ പ്രഷർ, മോൾ ഫ്രാക്ഷൻ, വൺ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. നമ്മൾ ആ ഒരു വീഡിയോയിൽ അത് ചെയ്തിട്ടില്ലായിരുന്നു. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിന്റെ ഒരു ഐ കാർഡ് ഇവിടെ ബട്ടൺ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പൊ അത് കാണാത്തവരൊന്ന് കണ്ടു വെക്കാം. ഇപ്പോ നമ്മള് പാർഷ്യൽ പ്രഷർ, മോൾ ഫ്രാക്ഷൻ ആൻഡ് വൺ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. മൊഡ്യൂൾ 7 തന്നെയാണ് കേട്ടോ. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഹാപ്പി ലേണിംഗ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്താണെന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് നോട്ട്സും ഉണ്ടാവും, മലയാളം നോട്ട്സും ഉണ്ടാവും. അപ്പൊ ആ ഇംഗ്ലീഷ് നോട്ട്സിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആയിരിക്കും താഴെ കേട്ടോ. സോ ആദ്യമേ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഈസ് ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് വുഡ് എക്സേർട്ട് ഇഫ് ഇറ്റ് ഓക്കുപൈഡ് ദി എൻറ്റയർ വോളിയം അലോൺ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. അതായത് നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്, ഒരു മിക്സർ ഉണ്ട്, ആ മിക്സറിൽ ഒരു ഗ്യാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ ആയിരിക്കും നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡിനോട്ട് ചെയ്യുന്നത് P1, സ്മോൾ ലെറ്റർ P1, P2, P3 എന്നൊക്കെയാണ് ഫോർ ഗ്യാസസ് 1, 2, 3. ദ ടോട്ടൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് മിക്സ്ചർ ഈസ് സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓൾ ഗ്യാസസ്. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈ ഓരോ ഗ്യാസസിന്റെയും, ആ മിക്സ്ചറിനകത്തുള്ള ഓരോ ഗ്യാസസിന്റെയും സം ആയിരിക്കും ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഗ്യാസ് മിശ്രിതത്തിൽ ഓരോ ഗ്യാസും സ്വതന്ത്രമായി ആ വോളിയം മുഴുവൻ ഭരിച്ചാൽ കാണിക്കുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ മർദ്ദം അതിന്റെ ഭാഗചാപം ആകുന്നു, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ആകുന്നു. ഓരോ ഗ്യാസിനും അതിൻ്റെതായ ഭാഗചാപം ഉണ്ടാവും. അതായത് ഓരോ ഗ്യാസിനും അതിൻ്റെതായ പാർഷ്യൽ പ്രഷർ ഉണ്ട്. മൊത്തം പ്രഷർ, മൊത്ത സമ്മർദ്ദം എന്ന് പറയുന്നത് എല്ലാ ഗ്യാസ് ഘടകങ്ങളുടെ ഭാഗചാപങ്ങളുടെയും കൂടി ആകെത്തുകയായിരിക്കും മൊത്തം സമ്മർദ്ദം എന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. പാർഷ്യൽ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മളുടെ ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഡാൾട്ടന്റെ ഭാഗചാപ നിയമം എന്ന് പറയുന്നത്. Dalton's law states that the total pressure of a mixture of non-reacting gases is equal to the sum of the partial pressure of individual gases. അതായത് non-reacting gasesന്റെ ഒരു മിക്സർ ഉണ്ട്. We are having a mixture of non-reacting gases. അതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. ആ ഓരോ ഗ്യാസിന്റെയും, ആ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സം ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. Each partial pressure Pi is equal to Xi into P total. ഇവിടെ Xi എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ആണ്. നമ്മൾ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പഠിക്കും. അപ്പോ ഇവിടെ മലയാളം നോട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഡാൾട്ടന്റെ ഭാഗചാപ നിയമം പറയുന്നത് പരസ്പരം, അതായത് പരസ്പരം പ്രതികരിക്കാത്ത ഗ്യാസ് മിശ്രിതത്തിന്റെ മൊത്തം സമ്മർദ്ദം ഓരോ ഗ്യാസിന്റെയും ഭാഗചാപങ്ങളുടെ കൂട്ടിച്ചേർക്കലിനോട് തുല്യമാണ്. ഓരോ ഗ്യാസിന്റെയും പ്രഷർ, പാർഷ്യൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ കമ്പോണന്റ് ഇൻറ്റു ടോട്ടൽ പ്രഷർ ആയിരിക്കും. അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണന്റ്, ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പാർഷ്യൽ പ്രഷറിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയുണ്ടോ അതേ ഇൻറ്റു ടോട്ടൽ പ്രഷർ ചെയ്താൽ മതി. അപ്പൊ ഓരോ ഗ്യാസിന്റെയും ഭാഗചാപം കിട്ടും. ഇവിടെ Xi എന്ന് പറയുന്നത് ഗ്യാസ് ഐയുടെ മോളിലെ അനുപാതമായിരിക്കും, അതായത് മോൾ ഫ്രാക്ഷൻ ആയിരിക്കും Xi എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറൊരു ലോ ആണ് ഹെൻറീസ് ലോ, അല്ലെങ്കിൽ ഹെൻറീസിന്റെ നിയമം പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സോഡയ്ക്കകത്ത് ഫ്യൂസ് ചെയ്യത്തില്ലേ, സെയിം അത് തന്നെയാണ്. ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, അതായത് നമ്മൾ വെള്ളത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നിറയ്ക്കുവാണ്. സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് എബവ് ദി ലിക്വിഡ്. അപ്പൊ അത്, ഈ സോലിബിലിറ്റി എന്ന് പറയുന്നത് ഈ പാർഷ്യൽ പ്രഷറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എബവ് ദി ലിക്വിഡ്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ആണ് C ഈസ് ഈക്വൽ ടു KH ഇൻറ്റു P എന്ന് പറയുന്നത്. അവിടെ KH എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്യാസിനെയും ടെമ്പറേച്ചറിനെയും ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഒന്ന് നോക്കിക്കേ. സോഫ്റ്റ് ഡ്രിങ്ക് കാർബണേഷൻ, ഡീപ് സീ ഡൈവിംഗ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ്, ഇതെല്ലാം നമ്മുടെ ഹെൻറീസ് ലോ ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദ്രാവകത്തിലെ ഗ്യാസിന്റെ ലയനക്ഷമത, സോല്യൂബിലിറ്റി,
ആ ദ്രാവകത്തിന് മേലുള്ള ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഭാഗചാപത്തിന് നേരെ അനുപാതമാണ് എന്ന് പറയുന്ന ലോ ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. സോഡാ പാനീയങ്ങൾ, ഡീപ് സീ ഡൈവിങ്, രക്തത്തിന്റെ ഓക്സിജന്റെ ലയനം, ഇതെല്ലാം ഹെൻറീസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വൺ ഹോഫ് ഇക്വേഷൻ എന്താണ്? വൺ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്, വൺ ഹോഫ് ഇക്വേഷൻ റിലേറ്റ്സ് ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. അപ്പൊ ഈ വൺ ഹോഫ് ഇക്വേഷൻ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ തരുന്ന ഒരു ഇക്വേഷൻ ആണ് വൺ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വൺ ഹോഫ് ഇക്വേഷൻ റിലേറ്റ്സ് ദ ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് ടെമ്പറേച്ചർ. ln K2 by K1 is equal to minus delta H naught divided by R into 1 by T2 minus T1 എന്നതാണ് നമ്മുടെ വൺ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വൺ ഹോഫ് ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നമ്മൾ അടുത്ത സീരീസിൽ കാണും. അപ്പൊ അവിടെ അവർ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലോഗരിതമിക് വൺ ഹോഫ് ഇക്വേഷൻ ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ലോഗരിതമിക് വൺ ഹോഫ് ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ലോഗ് K2 by K1 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ആ ഇക്വേഷനും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ മൈനസ് ഡെൽറ്റ എച്ച് നോട്ട് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 ബൈ T2 മൈനസ് T1 എന്ന് പറയുന്നതാണ് വൺ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ K1ഉം K2ഉം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. മറ്റേ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഏതാണ്? T1 T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K1ഉം K2ഉം. ഇവിടെ ഡെൽറ്റ എച്ച് നോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ആണ്. ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആയിരിക്കും. This equation helps predict the effect of temperature on chemical equilibrium. Chemical equilibrium ടെമ്പറേച്ചറിന്റെ എഫക്ട് പറയുന്ന ഇക്വേഷൻ ആണ് വൺ ഹോഫ് ഇക്വേഷൻ. അതായത് ഒരു രാസപ്രവർത്തനത്തിലെ സമതുല്യ സ്ഥിരാങ്കം, വിച്ച് മീൻസ് Kc അല്ലെങ്കിൽ Kp എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച കാര്യം, താപനിലയെ ആശ്രയിച്ചുള്ള മാറ്റം കാണിക്കുന്നു. അതായത് K എങ്ങനെയാണ് നമ്മുടെ T ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് വൺ ഹോഫ് ഇക്വേഷൻ. ഇവിടെ ln K2 by K1 is equal to minus delta H naught divided by R into 1 by T2 minus 1 by T1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ K1 K2 is equal to T1 T2, അതായത് K1ഉം K2ഉം ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള സമതുല്യ സ്ഥിരാങ്കങ്ങൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് ആണ്. ഇനി അവിടെ ഡെൽറ്റ എച്ച് നോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപി മാറ്റം, അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ആണ്. ആർ എന്ന് പറയുന്നത് ഗ്യാസ് സ്ഥിരാങ്കം 8.314 ജൂൾ പെർ കെൽവിൻ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് താപനിലയിൽ മാറ്റം വരുമ്പോൾ സമതുല്യ സ്ഥിതിയുടെ ദിശ മാറ്റം ഉണ്ടാകുമോ എന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ വൺ ഹോഫ് ഇക്വേഷൻ. അടുത്തത് നമുക്ക് മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ ഓർ മിക്സ്ചർ. അതായത് നമ്മളിപ്പം ഒരു കമ്പോണന്റ് എ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു കമ്പോണന്റ് എ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്. ആദ്യമേ ആ മിക്സ്ചറിൽ ഒരു കമ്പോണന്റ് എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദറ്റ് കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി all the components present in the mixture എന്നാണ്. അതായത് Na divided by Na plus Nb plus Nc plus etc. The sum of mole fraction of all the components in a mixture is always unity. അതാണ് നമ്മൾ പഠിക്കുന്ന വേറൊരെണ്ണം. അതായത് മോൾ ഫ്രാക്ഷൻ, ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ, അതായത് ഒരു മിക്സറിലുള്ള കമ്പോണൻസിന്റെ എല്ലാം കൂടി മോൾ ഫ്രാക്ഷന്റെ തുക എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡാൾട്ടൺസ് ലോ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇത് ഡാൾട്ടൺസ് ലോ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡാൾട്ടൺസ് ലോ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോൾ ഫ്രാക്ഷൻ കുറെ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ മലയാളം നോട്ട്സ് നമുക്ക് നോക്കാം. മോൾ അനുപാതം എന്ന് പറയുന്നത് ഒരു ഘടകത്തിന്റെ മൊത്തം മോൾ സംഖ്യയെ മിശ്രിതത്തിലുള്ള മൊത്തം മോൾ സംഖ്യയുമായി താരതമ്യപ്പെടുത്തുന്ന അനുപാതമാണ് മോൾ അനുപാതം അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഘടകമായ എയുടെ മോൾ അനുപാതം എന്ന് പറയുന്നത് Xi is equal to Na divided by N2. ഇത് X അല്ല, Chi എന്നാണ് പറയുന്നത് ഈ ഒരു ടേം കേട്ടോ. ഈ ഒരു ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്, മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് Chi എന്ന് പറയുന്ന ടേം ആണ്. Na divided by N ടോട്ടൽ ആണ്. എല്ലാ ഘടകങ്ങളുടെയും മൊത്തം മോൾ അനുപാതം എപ്പോഴും ഒന്നായിരിക്കും അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കും. ഇതൊരു ഡയമെൻഷൻലെസ് അല്ല, യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അളവില്ലാത്ത അളവാണ്, യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഡാൾട്ടൺ നിയമത്തിലെ ഭാഗചാപം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നു. Pa is equal to Chi A into total. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തല്ലോ. വെൻ യു ഹാവ് എ ഗ്യാസ് മിക്സ്ചർ O2 N2 CO2 യു കാൽക്കുലേറ്റ് ഈച്ച് ഗ്യാസ് മോൾ ഫ്രാക്ഷൻ ടു ഫൈൻഡ് ഇറ്റ്സ് പാർഷ്യൽ പ്രഷർ. അല്ലെ, മോൾ ഫ്രാക്ഷൻ വേണം അതിന്റെ പാർഷ്യൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ഹെൻറീസ് ലോ സോലിബിലിറ്റി ഡിപ്പെൻസ് ഓൺ പാർഷ്യൽ പ്രഷർ വിച്ച് ഈസ് അഗെയിൻ ലിങ്ക്ഡ് ടു മോൾ ഫ്രാക്ഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷനോട് വീണ്ടും നമ്മുടെ ഹെൻറീസ് ലോ വെച്ചിട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾ ദീസ് ലോസ് ആർ ഇന്റർ കണക്റ്റഡ്. ഏതാണ് നമ്മൾ പറഞ്ഞ 3 ലോസ്? ഒന്നാമത്തെ ഡാൾട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ, രണ്ടാമത്തെ ഹെൻറീസ് ലോ, മൂന്നാമത്തേത് ഈ പറയുന്ന നമ്മുടെ പാർഷ്യൽ പ്രഷർ, വിച്ച് മീൻസ്
മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ കഴിഞ്ഞ വട്ടം ഡിസ്കസ് ചെയ്ത അതേ ഒരു PDF ആണ്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് ഗീവ് ഇറ്റ്സ് ഓൺ ആപ്ലിക്കേഷൻ. നിശ്ചിത ഊഷ്മാവിൽ ഒരു നിശ്ചിത മാസ ലായകത്തിൽ ലയിപ്പിക്കുന്ന വാതകത്തിന്റെ മാസ് ലായകത്തിന് മുകളിൽ പ്രയോഗിക്കുന്ന മർദ്ദത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ഹെൻറി നിയമം. ഒന്നുകൂടെ പറയാം, നിശ്ചിത ഊഷ്മാവിൽ അറ്റ് ടെമ്പറേച്ചർ ഒരു നിശ്ചിത മാസ് ഗിവൻ മാസ് ലായകത്തിൽ സോൾവെന്റിൽ ലയിപ്പിക്കുന്ന വാതകത്തിന്റെ മാസ്, സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണ് സോൾവെന്റിനകത്ത്, അങ്ങനെയാണെങ്കിൽ മർദ്ദത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ഹെൻറി നിയമം. ദാറ്റ് ഈസ് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. അതായത് മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലെങ്കിൽ സോല്യൂബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് ഹെൻറീസ് ലോ പറയുന്നത്. ഓർ എം ഈസ് ഈക്വൽ ടു കെ പി, വെർ കെ ഈസ് ദ ഹെൻറീസ് കോൺസ്റ്റന്റ്. ഉദാഹരണം നമ്മൾ പറഞ്ഞ സോഡ വാട്ടർ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ, വാനഫിക്കേഷൻ ആണെങ്കിലും ഹെൻറീസ് ലോ ആണെങ്കിലും പാർഷ്യൽ പ്രഷർ ആണെങ്കിലും മോൾ ഫ്രാക്ഷൻ ആണെങ്കിലും വളരെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറെ MCQs റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.